സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബിജെപിയിൽ പടയൊരുക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ലക്ഷ്യം പാളിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. വോട്ട് ചേർക്കലും വാർഡ് സമ്മേളനങ്ങളും സംഘടനാ പരിചയമില്ലായ്മ കൊണ്ട് അമ്പേ പാളിയെന്നാണ് വിമർശനം. 15 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർക്കാൻ നിശ്ചയിച്ചതിൽ 3 ലക്ഷം മാത്രമാണ് ഇതുവരെ ചേർത്തത്. ആകെയുള്ള 23,000 വാർഡുകളിൽ 10% പോലും സമ്മേളനങ്ങൾ നടന്നില്ല എന്നും നേതാക്കൾ വിമർശിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെതിരെ മുരളീധരന്റെയും സുരേന്ദ്രന്റെയും പക്ഷത്തുള്ള നേതാക്കളാണ് വിമർശനം ഉന്നയിക്കുന്നത്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതു മുതൽ പഴയ 2 അധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ എതിർ നിലപാട്, എതിർ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേരുന്നവർ എതിർ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല സംസ്ഥാന നേതൃത്വം എന്നതാണോ പുതിയ വിമർശനം? അത് തന്നെയാണ് സ്മൃതി. അതായത് കഴിഞ്ഞ നാളുകളിൽ നേരത്തെ അമിത്ഷാ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അമിത്ഷാ നേരത്തെ 22-ന് കൊച്ചിയിൽ ഒരു യോഗവും ചേർന്നിരുന്നു. ആ യോഗത്തിന് മുമ്പാകെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത ചില ഉറപ്പുകളുണ്ട് അമിത്ഷായ്ക്ക്. പക്ഷെ ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തത് എന്ന വിമർശനമാണ് ഇപ്പോൾ BJPയിൽ പരക്കെ ഉയരുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന മുരളീധര പക്ഷവും അതുപോലെ തന്നെ K. സുരേന്ദ്രന്റെ വിഭാഗവുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആകെ 15 ലക്ഷം വോട്ടർമാരെയാണ് ചേർക്കാൻ BJP നിശ്ചയിച്ചിരുന്നത് പുതുതായി. അതിൽ 3 ലക്ഷം വോട്ടർമാരെ പോലും ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ സംഘടനാപരമായ വീഴ്ചയാണ് എന്നാണ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ആകെയുള്ള 23,000 വാർഡുകളിൽ 5,000 വാർഡുകളിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് മേൽക്കൈ ഉണ്ടായത് എന്ന കണക്കാണ് BJPക്കുള്ളത്. ഈ 5,000 വാർഡ് സമ്മേളനങ്ങളും 100 മുതൽ 150 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം എന്ന നിർദ്ദേശമാണ് ഉണ്ടായത്. മാത്രമല്ല ആകെയുള്ള 23,000 വാർഡുകളിൽ 21,000 വാർഡ് സമ്മേളനങ്ങളും ഓണത്തിന് മുമ്പ് വിളിച്ചു ചേർക്കും എന്ന ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായ്ക്ക് കൊടുത്തതായാണ് BJP നേതാക്കൾ പറയുന്നത്. പക്ഷേ അതിൽ 1000 വാർഡ് സമ്മേളനങ്ങൾ പോലും കൃത്യമായി നടന്നില്ല എന്ന വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. പങ്കെടുത്ത വാർഡ് സമ്മേളനങ്ങളിൽ തന്നെയാണെങ്കിൽ പോലും അതിൽ 150 വരെ ആളുകൾ പങ്കെടുക്കേണ്ടിടത്ത് 20, 30, 40 ആളുകൾ മാത്രമാണ് പങ്കെടുത്തതെന്നും ഇത് ഭാവിയിലെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുള്ള മുന്നൊരുക്കത്തിന് കനത്ത തിരിച്ചടിയാകും എന്നുള്ളതാണ് BJP നേതൃത്വം പറയുന്നത്. ഇതിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ പറയുന്ന വീഴ്ചകൾ, സംഘടനാപരമായ പരിചയമില്ലാത്തതിൻ്റെ വീഴ്ചകൾ, അത് BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായും ഈ നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അവർ ആ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്നു. ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘടനാ പരിചയം ഇല്ലാത്ത നേതൃത്വം BJPയുടെ വളർച്ച പിറകിലേക്കാകുന്നു, ലക്ഷ്യം പാളുന്നു എന്ന വിമർശനമാണ് പൊതുവിൽ ഇവർ ഉയർത്തുന്നത്. സ്മൃതി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.